Hi friends, welcome to Michoos world. നമ്മുടെ വീട്ടിലുള്ള ലിവിംഗ് റൂമിലായാലും ബെഡ്റൂമിലായാലും സ്റ്റെയർ കേസിൻ്റെ വാളിലായാലും എവിടെ വേണമെങ്കിലും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാൾ ഷെൽഫായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അധികം ചിലവൊന്നും ഇല്ലാതെ ഇതെങ്ങനെ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് തെർമോക്കോളിൻ്റെ ഷീറ്റാണ്. ഈ ഒരു അളവിൽ ഞാൻ 8 പീസസ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ തെർമോക്കോളിൻ്റെ 2 പീസ് എടുത്തിട്ട് ഒരു ഫെവിക്കോളോ അല്ലെങ്കിൽ വൈറ്റ് ഗ്ലോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാ തെർമോക്കോളിൻ്റെ പീസും ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കണം. ഇതേപോലെ കട്ടിയുള്ള 4 പീസസ് ആണ് നമുക്ക് ഷെൽഫ് ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി 4 പീസ് തെർമോക്കോൾ ഒട്ടിക്കുന്നത് ഞാനൊരു ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഗ്ലൂ ഗൺ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം നമ്മൾ ഗ്ലൂ ഗണ്ണിൻ്റെ പ്ലഗ് ഓണാക്കി കൊടുക്കണം. ഒരു 2 മിനിറ്റിന് ശേഷം ഇതേപോലെ നല്ല ചൂടുള്ള ഗ്ലൂ ആണ് പുറത്തേക്ക് വരിക. അപ്പോൾ ഇത് തെർമോക്കോളിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ തെർമോക്കോൾ ഉരുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഹോട്ട് ഗ്ലൂ ഗണ്ണിൻ്റെ അറ്റം തെർമോക്കോളിൻ്റെ മുകളിൽ തട്ടാണെങ്കിൽ ഇതേപോലെ ഹോൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഹോട്ട് ഗ്ലൂ പുറത്തേക്ക് വന്നതിന് ശേഷം പ്ലഗ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 2 മിനിറ്റിന് ശേഷം നമ്മൾ ഗ്ലൂ ഗണ്ണ് പ്രസ് ചെയ്യുകയാണെങ്കിൽ അധികം ചൂടൊന്നും ഇല്ലാതെ കുറച്ച് തിക്കായിട്ടുള്ള ഗ്ലൂ ആയിരിക്കും പുറത്തേക്ക് വരിക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ തെർമോക്കോളിൻ്റെ മുകളിൽ ഈ ഗ്ലൂ ഒട്ടിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിക്കാൻ പറ്റും. ഉരുകി പോവേ അല്ലെങ്കിൽ ഹോളാവേ അങ്ങനെ ഒന്നും ചെയ്യാതെ നല്ല കറക്റ്റായിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ ഹോട്ട് ഗ്ലൂ ഗൺ ഉപയോഗിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി ഹോട്ട് ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടും ഒട്ടിക്കാം. ഇനി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ഈ തെർമോക്കോളിൻ്റെ പീസ് ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ എല്ലാ തെർമോക്കോളിൻ്റെ പീസും ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓരോ കോർണറിലും അതുപോലെ സൈഡിലും നമ്മൾ ഗ്ലൂ ഗണ്ണ് തേച്ച് കൊടുക്കണം. അങ്ങനെ ഷെൽഫിൻ്റെ ഏകദേശം ഒരു രൂപം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിലായിട്ട് 5 സെൻറ്റിമീറ്റർ മുകളിലേക്കും 5 സെൻറ്റിമീറ്റർ സൈഡിലേക്കും നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ തെർമോക്കോളിൻ്റെ കട്ടിയുള്ള ഭാഗം എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ടുള്ളതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് 2 സെൻറ്റിമീറ്ററും കൂടി അടയാളപ്പെടുത്തി കൊടുക്കണം. ഇനി ഇതിൻ്റെ സൈഡിലുള്ള അളവ് എന്ന് പറയുന്നത് മൊത്തം 14 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ നേർപകുതി 7 സെൻറ്റിമീറ്റർ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഒരു സൈഡിൽ 7 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തതുപോലെ തന്നെ മറ്റേ സൈഡിലും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലെ ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഈ മാർക്ക് ചെയ്ത ഭാഗം കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ 2 ഭാഗവും ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഈ ഷെൽഫ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ഷേപ്പ് ആയതുകൊണ്ട് ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഷേപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി വേണ്ടത് കുറച്ച് വൈറ്റ് ഗ്ലൂ ആണ്. അത് ഇതേപോലെ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
ഇനി തെർമോകോൾ ഷീറ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളതിൽ ന്യൂസ് പേപ്പറാണ് ഉള്ളതെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഞാൻ ഈ ടിഷ്യൂ പേപ്പറൊക്കെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ വൈറ്റ് ഗ്ലൂ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ ഈ തെർമോകോളിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. തെർമോകോളിൻ്റെ മുകളിൽ 2 ലെയറായിട്ട് വേണം നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാൻ. ഈ തെർമോകോളിൻ്റെ സൈഡിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗം ഒഴികെ ബാക്കിയുള്ള എല്ലാ ഭാഗത്തും നമ്മൾ ഇതേപോലെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കണം. കട്ട് ചെയ്ത ഭാഗം ഒഴികെ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഇതേപോലെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ടിഷ്യൂ പേപ്പറും തെർമോകോളൊക്കെ നന്നായി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ വേറൊന്നു കൂടി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് മറ്റേതിൻ്റെ കറക്റ്റ് അളവ് തന്നെയാണ്. ലെങ്ത്ത് മാത്രം ഒരു 5 സെൻറ്റിമീറ്റർ കൂട്ടിയെടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു അളവിൽ തന്നെയാണ് ഇതിനും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഷെൽഫും കൂടി ഇതേപോലെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം അളവിൽ കട്ട് ചെയ്തത് നമുക്ക് കാണാൻ പറ്റും. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ ഈ 2 ഷെൽഫും കൂടിയിട്ട് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇനി ഈ അറ്റാച്ച് ചെയ്തെടുത്ത ഭാഗം കൂടി നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാം. അപ്പോൾ കവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ ഗ്യാപ്പിലും നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ടിഷ്യൂ ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗവും നന്നായി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ടിഷ്യൂ ഒക്കെ ഉണങ്ങിയിട്ട് നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് ഇതേപോലെ ഒരു വി ഷേപ്പിൽ നമ്മൾ 2 തെർമോകോളിൻ്റെ പീസ് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ഇതും നമ്മൾ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് നന്നായി കവർ ചെയ്തെടുക്കണം. ഈ ഷെൽഫിൻ്റെ മുകളിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഏതെങ്കിലും ഒരു പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലും പുറത്തും ഒക്കെ ആയിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിന് കളർ ചെയ്തെടുക്കാം. ഞാനിവിടെ ഓറഞ്ച്, റെഡ്, ബ്ലാക്ക് എന്നുള്ളൊരു കോമ്പിനേഷനിലാണ് കളർ ചെയ്തിട്ടുള്ളത്. ഒരു ഷെൽഫ് കളർ ചെയ്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആയതിന് ശേഷമാണ് മറ്റേ ഷെൽഫ് നമ്മൾ കളർ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഷെൽഫിന് ഓറഞ്ചും ഒരു ഷെൽഫിന് റെഡ് കളറും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ബോർഡറിലായിട്ട് ഞാൻ ബ്ലാക്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഷെൽഫ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ വി ഷേപ്പിലുള്ള തെർമോകോളിന് ഞാനൊരു ബ്ലാക്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഈ ഷെൽഫിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഭംഗിയായിരിക്കും. അപ്പോൾ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഫെവിക്കോളോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ വി ഷേപ്പിലുള്ള തെർമോകോൾ ഇതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഷെൽഫ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു ടോയ്സൊക്കെ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഞാനിവിടെ 2 ഷെൽഫ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ 3-4 ഷെൽഫ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. ഞാനിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് എൻ്റെ മോൻ്റെ കുറച്ച് ടോയ്സാണ്. അപ്പോൾ നിങ്ങളതിൽ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ അറേഞ്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇനി തെർമോകോൾ ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കാർഡ്ബോർഡോ കാർട്ടൂണോ ഉപയോഗിച്ചിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. നല്ല ഭംഗിയായിരിക്കും കാണാൻ. അതുപോലെ തന്നെ താഴെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്.
അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ പറ്റും, അതൊന്നും പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടി വരും, ഒന്നും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.